മതപരിവർത്തനങ്ങളുടെ കേരള സ്റ്റോറി എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട KR മനോജ് ജി, ഈ പുസ്തകം സ്വീകരിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സീമാജി ഹരി, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ TM സുജിത്ത്, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ശ്രീ KG വേണുഗോപാൽജി, ഈ പുസ്തകം രചിച്ച ശ്രീ സന്തോഷ് ബോബൻജി, ശ്രീ VR മസൂദനൻജി, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർഷവിദ്യാ സമാജത്തിലെ വളരെ ശക്തരായ പ്രവർത്തകരെ, വാസ്തവത്തിൽ കോവിഡ് വരുന്നതിന് മുമ്പ് എറണാകുളം കേന്ദ്രീകരിച്ച് പൂജനീയ ചിദാനന്ദപുരി സ്വാമിജികളുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ വളരെ ബൃഹത്തായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വരികയായിരുന്നു. അപ്പം അതിലെ സിലബസ് തയ്യാറാക്കുന്നതിൻ്റെ പ്രധാന ചുമതല മനോജിക്കായിരുന്നു. സിലബസൊക്കെ തയ്യാറാക്കി ഏകദേശം അംഗീകാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്ന് പെട്ടത്. അതിനുശേഷം ആ സംരംഭം ഇല്ലാതാക്കി പോവുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ ആർഷവിദ്യാ സമാജം പോലുള്ള പദ്ധതികൾ, സംരംഭങ്ങൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായാൽ മാത്രമേ, കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ഓരോ പഞ്ചായത്തിലും ഉണ്ടായാൽ മാത്രമേ ഭാരതം ഇന്നത്തെ നിലയിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെയധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാരണം, പലപ്പോഴും ഈ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിക്കുന്നവനാണ്. അത് ഉദാഹരണം പറയും, ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ജൂതന്മാരെ സ്വീകരിച്ചു, ക്രിസ്ത്യാനികളെ സ്വീകരിച്ചു, ഇസ്ലാമിനെ സ്വീകരിച്ചു, അങ്ങനെ എല്ലാം സ്വീകരിക്കുന്ന അവസാനം ഈ സ്വീകരിക്കുന്ന ആളില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സമൂഹത്തെ നേരിടുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്നും സത്യമേവ ജയതേ എന്നും അതുപോലെ എല്ലാവർക്കും സുഖം വരട്ടെ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ്, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ശിവഗിരിയിൽ നിന്നും സന്യാസിമാരും മറ്റും പോയിട്ട് റോമിൽ സർവമതങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. പക്ഷെ ഒറ്റ കാര്യം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്, ഇത് അവിടെ നിന്നും മറ്റ് സൈഡിൽ നിന്നും ഉണ്ടാകുമോ? ഇതുപോലുള്ള ഒന്ന് അങ്ങും അവരും ചെയ്യുമോ എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണം. അത് പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ തീവ്രമായിട്ടുള്ള ഒരു മതപ്രവർത്തനത്തിൻ്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഇപ്പം ഞാനൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് 1996 ഞാൻ ക്രൈംബ്രാഞ്ച് DIG ആയിട്ട് വന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് കേസസ് അന്വേഷണത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ തിയേറ്റർ കത്തിക്കുന്നത്, കുറേ അധികം മർഡേഴ്സ്
കൊലപാതകങ്ങൾ നടത്തിയത്, അതുപോലുള്ള കേസുകളൊക്കെ ആയിരുന്നു. അതുപോലെ 1992 വേങ്ങരയിൽ പുഴയിൽ ബോംബുകൾ കണ്ടെത്തിയ കാര്യങ്ങൾ, ഇതുപോലുള്ള കുറേ കാര്യങ്ങളായിരുന്നു. അതൊരു ചെറിയ ടീമിനെ വെച്ച് അന്വേഷിക്കുകയും ജംഇയ്യത്തുൽ ഇസാനിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പുറകിൽ വന്ന് കുറേയധികം നമ്മൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ശിക്ഷകളൊക്കെ വന്നത് ഈ 2018-19 പലർക്കും അതിൻ്റെ ശിക്ഷകൾ വന്നത്. ഇനിയും കേസുകൾ തീരാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടും കണ്ടെത്തിയൊരു കാര്യം, 1996 ജംഇയ്യത്തുൽ ഇസാനിയ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ പറ്റി അന്വേഷിക്കുമ്പോൾ ഷെയ്ഖ് അബ്ബ അഥവാ സെയ്ദ് അലവി എന്നൊക്കെ പറയുന്ന ഒരാൾ, ആ ആളാണ് അത് തന്നെ വന്നത്. അത് EK വിഭാഗവും AP വിഭാഗവും തമ്മിൽ പള്ളികൾ പിടിക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായപ്പോൾ അതിലൊരു വിഭാഗം സുന്നി ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കി. ആ സുന്നി ടൈഗർ ഫോഴ്സിന് കുറച്ച് കഴിഞ്ഞപ്പോൾ പണിയില്ലാതായി. ആ സുന്നി ടൈഗർ ഫോഴ്സ് രൂപാന്തരം പ്രാപിച്ചതാണ് ജംഇയ്യത്തുൽ ഇസാനിയ ആയിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ്. ഒരു ചെറിയ ടീം, വളരെ ചെറിയ ടീം. നമുക്ക് അത്ഭുതം തോന്നുന്നു. ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള റിയാസിൻ്റെ ഫാദർ അബ്ദുൽ ഖാദർ അന്ന് എൻ്റെ ടീമിൽ DYSP ആണ്. അബ്ദുൽ ഖാദറിന് ഇതുപോലെ ഒരു പള്ളിയിൽ ചെന്നിട്ട് അന്വേഷണത്തിന് ചെന്നിട്ട് ഉച്ചയ്ക്ക് നല്ല ഇടി കിട്ടി. കാരണം അവിടേക്ക് ഒരു പള്ളിയിൽ അപരിചിതനായിട്ടൊരാൾ വന്നാൽ അവർ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു അമ്പലത്തിലോ ആർക്ക് വേണമെങ്കിലും കയറിപ്പോകാം. ഒരാളും ചോദിക്കുകയോ അപ്പോൾ എനിക്ക് അറിയാത്ത ആളാണ്, അതിനൊരു ഉത്തരം പേരങ്ങ് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. അത് കഴിഞ്ഞുള്ളൊരു ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാകില്ല. പക്ഷേ മറ്റേത് അങ്ങനെയല്ല. അപ്പം അങ്ങനെ ഒരു സംഘടനയെപ്പറ്റി അന്വേഷിച്ചതിനെ തുടർന്നാണ് എനിക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെന്നും അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനാക്കി സാധിച്ചത്. അതിൽ ചെകന്നൂർ മൗലവിയെ കൊന്നതിൻ്റെ ഡീറ്റെയിൽസും ഏകദേശം അതെല്ലാം വന്ന് CBIക്ക് ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി പോലും കിട്ടാത്ത വിധത്തിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊന്നവർക്കായി. അതുകൊണ്ടത് ആ കേസിൽ കാര്യമായിട്ടുള്ളൊരു പുരോഗതി പിന്നീട് ഉണ്ടായില്ല. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു വെച്ച് എല്ലാവരെയും ക്ഷണിച്ച് അതേസമയം നമ്മളൊക്കെ ഡീല് ചെയ്യുന്നത് എന്തിനെതിരെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഡീൽ ചെയ്യുന്നത് അൽ തക്കിയ എന്നുള്ളൊരു തത്വത്തെയാണ്. വിശുദ്ധ വഞ്ചന എന്ന് പറയാം. ആ വിശുദ്ധ വഞ്ചനയാണ് നമ്മൾ സത്യം കൊണ്ടും നമ്മൾ ധർമ്മം കൊണ്ടും ഒക്കെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പറയാറുണ്ട് സർവമത സാരവും ഒന്നാണ്. ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ മതങ്ങൾ തമ്മിൽ വൈര്യമുണ്ടായാൽ അത് ഏതെങ്കിലും ഒരു മതത്തെ ഇല്ലാതാക്കില്ല, മതത്തെ മാത്രമായിട്ട് ഇല്ലാതാക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണോ? സത്യസന്ധമായിട്ട് അതൊന്ന് പഠിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സെമിറ്റിക് മതങ്ങൾ ഹിന്ദു മതത്തിനെ പോലെ എല്ലാം സ്വീകരിക്കാനോ, ഇപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും ദൈവമാണെന്ന് പറയാനായിട്ടോ ക്രിസ്തു ദൈവമാണെന്ന് പറയാനായിട്ടോ യാതൊരു മടിയില്ല. മറിച്ച് സാധ്യമാണോ? മറിച്ചും കൂടി സാധ്യമാണെങ്കിൽ നമ്മൾക്ക് പറയാം എല്ലാ മതവും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം അദ്വൈതത്തിൻ്റെ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് മറ്റുള്ളവർക്ക് പോകാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്ന് വന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾ എല്ലാം തുറന്നു വെച്ച് ബാക്കി എല്ലാവർക്കും വരാനായിട്ട് അവസരം കൊടുത്ത് നിങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടാൽ അവസാനം നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഉണ്ടാകില്ല. ബാക്കി നിങ്ങളുടെ വീട്ടിലുള്ളതെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അവസാനം നിങ്ങളും പുറത്തേക്ക് പോകും.
അതാണ് ഉണ്ടാകുക. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് നമ്മുടെ പല സ്ഥലങ്ങളും മാറുന്നുണ്ട്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ ത്തിൻ്റെ കാര്യത്തിൽ കുറേയധികം ഉദാഹരണങ്ങൾ, ജീവിത ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ആ ജീവിതാദാഹരണങ്ങൾ കുറേ പേർക്ക് ഇനി ഒരു മാതൃകയായിട്ട് ഇത് എന്തുകൊണ്ട് ഇല്ലാതാക്കണം, ഞാൻ എന്തുകൊണ്ട് ഇതിലേക്ക് പോകരുത് എന്ന് ഒരു പ്രേരണയായിട്ട് വരാനും ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരകമായിട്ട് മാറാനും സാധിക്കണം. അതേസമയം ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ലവ് ട്രാപ്പ് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദിൽ പെൺകുട്ടികളുടെ പങ്ക് പ്രത്യേകിച്ച് നമ്മൾ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ 2 ദിവസം മുമ്പ് ശ്രുതിക്ക് അയച്ചിരുന്ന എനിക്ക് കിട്ടിയൊരു വീഡിയോയുടെ കോപ്പി ഞാൻ അയച്ചിരുന്നു. അതിലൊരു പെൺകുട്ടിയുടെ പൊട്ടെടുത്ത് മാറ്റിയിട്ട് ഹിജാബ് ഇടിയിച്ച് അവൾ എന്ത് മൊഞ്ചുള്ള കുട്ടിയാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശ്രുതി കണ്ടു കാണും. അതുപോലെ അമേരിക്കയിൽ പഠിക്കാൻ പോയ ഒരു അയ്യങ്കാർ പയ്യൻ, അത് പുണ്ണൂലൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് പോയതാണ്. 2020 ശേഷം ആൾ എങ്ങനെ ഒരു ടെററിസ്റ്റായി മാറി, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയാൾ എങ്ങനെ ഒരു ടെററിസ്റ്റായി മാറിയത്. ഇന്നത്തെ അയാളുടെ വേഷവും അയാളുടെ ഒറിജിനൽ വേഷവും തമ്മിൽ കാണിച്ച് അതിൻ്റെ ഒരു ഫോട്ടോ ഇതും ഞാൻ ശ്രുതിക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ലോകവ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകവ്യാപകമായിട്ട് നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനായിട്ട് ആശയപരമായിട്ട്, ഇപ്പം നമ്മൾ മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ട് ആശയപരമായിട്ടുള്ള സംഘർഷമാണെങ്കിൽ ഒരു മതത്തിന് മറ്റൊരു മതത്തിനെ വിഴുങ്ങാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയല്ല പലതും നടന്നിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് ഇസ്ലാം കടന്നു എന്ന് 15 വർഷം കൊണ്ട് ആ രാജ്യം മുഴുവൻ ഇസ്ലാമാക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നും രക്ഷപ്പെട്ട ഏതാനും സൗരാഷ്ട്രിയൻസാണ് ഇന്ത്യയിലൊക്കെ അഭയം തേടി ഇന്നിപ്പോൾ പാർസികളൊക്കെ ആയിട്ടൊക്കെ കഴിയുന്ന കുറച്ച് പേർ. ബാക്കി അവിടെ എന്ത് സംഭവിച്ചു? ഇറാഖിന് എന്ത് സംഭവിച്ചു? ഈജിപ്തിന് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതെല്ലാം പോയത് ആശയം കൊണ്ടല്ല, അതെല്ലാം പോയത് വാളിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആയുധങ്ങളുടെ കൂടി അകമ്പടിയോടുകൂടി നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ആയുധങ്ങൾക്കുപരി ഈ സോഷ്യൽ മീഡിയയെയും അതുപോലെയുള്ള മാർഗങ്ങളും എല്ലാം ഉപയോഗിച്ച് നടത്തുന്ന ഇൻഫ്ലുവൻസുകൾ, അത് സ്വാധീനങ്ങൾ വളരെയധികം കൂടുതലാണ്. 2 ദിവസം മുന്നത്തെ പേപ്പറിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറയുകയാണ്. ഒരു പെൺകുട്ടി വിവാഹിതയായിട്ട് വിവാഹപ്പന്തലിൽ നിന്ന് ചെറുക്കനും പെണ്ണും കൂടി, ഇത് എനിക്ക് തോന്നുന്നു കണ്ണൂരാണോ കോഴിക്കോടാണോ, അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കാറിൽ വെച്ച് വഴക്കായി. പെൺകുട്ടി എന്ത് ചെയ്താൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറാൻ തയ്യാറായില്ല. അവസാനം പോലീസ് ഇടപെട്ടു. പോലീസ് ഇടപെട്ടപ്പോഴാണ് പെൺകുട്ടി പറയുന്നത് അവൾ 2 വർഷമായിട്ട് പാലക്കാടുള്ള ഏതോ ഒരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലാണ്. ഇൻസ്റ്റാഗ്രാം പ്രണയം. അപ്പോൾ അത് ആയിട്ട് സംസാരിക്കുന്ന കണ്ട് അതിൻ്റെ മെസ്സേജ് കണ്ടിട്ടാണ് ഈ വരൻ ചോദിച്ചത് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി തർക്കമുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹബന്ധം വേർപ്പെടുത്തി. പിന്നെ പാലക്കാട്ടിൽ നിന്ന് ആ ചെറുക്കനെ വിളിച്ചു വരുത്തി, വീട്ടുകാരെയും വിളിച്ചു വരുത്തി ആ ചെറുക്കൻ്റെ കൂടെ ആ പെണ്ണിനെ കയറ്റി വിടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മാത്രം, അതായത് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, എന്താളെന്നറിയില്ല. ഞങ്ങൾ പോലീസിലുണ്ടായിരുന്നപ്പോൾ ഇത് തുടങ്ങുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. അതായത് കണ്ണൂരിൽ നിന്നൊരു പെൺകുട്ടി കായംകുളത്ത് വന്നു. ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കായംകുളത്ത് വന്നത്. സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട അവളുടെ കാമുകനെ കാണാനായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അതിൻ്റെ എല്ലാം വെച്ച് അടുത്ത് വന്ന് കാമുകനെ കണ്ടപ്പോൾ അത് ബോധം കെട്ടു വീണു. 70 വയസ്സുള്ള ഒരാളായിരുന്നു ഈ കാമുകൻ. അപ്പോഴാണ് ആ പെൺകുട്ടി അറിയുന്നത്. പക്ഷെ അവൾ വീടൊക്കെ വിട്ടു പോന്നു.
പിന്നെ പോലീസിൻ്റെ പണിയായിരുന്നു അതിനെ തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അത്രയധികം ഇൻഫ്ലുവൻസ് ഉള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വരികയാണ്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ധനത്തിൻ്റെ വിവിധ രീതിയിലുള്ള ഉപയോഗം, അതുപോലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതും കൂടാതെ ശരിയായിട്ടുള്ള ഭീഷണികളും ശക്തിപ്രയോഗങ്ങളും നടത്തുന്ന സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾക്കറിയാം, ഇന്ത്യ ഭരണഘടനയെപ്പറ്റി എല്ലാവരും ഇപ്പോൾ 2 ദിവസം ഭരണഘടനയെ പറ്റിയുള്ള സംസാരമാണ് പാർലമെൻറ്റിൽ, ഇന്നിപ്പോൾ രാജ്യസഭയിൽ നടക്കുകയാണ്. ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനും പേരിനൊരു അഡ്വക്കേറ്റും കൂടിയാണ് കേട്ടോ. പക്ഷേ ഹിന്ദുക്കൾക്ക്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ നൽകിയിട്ടില്ല എന്ന് അറ്റ്ലീസ്റ്റ് സുപ്രീം കോടതി വിധികൾ പ്രകാരം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കാരണം ആർട്ടിക്കിൾ 29ഉം 30ഉം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ബാധകവും ഹിന്ദുക്കൾക്ക് ബാധകവുമല്ല. അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലെയുള്ള ആക്റ്റുകളെല്ലാം. അതിൽ 25% ബാധകമാകുന്നത് ഹിന്ദുക്കൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ്. മൈനോറിറ്റീസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് അത് ബാധകമല്ല. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഭരണഘടന പോലും ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് തുല്യത ഉറപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാനിപ്പോൾ കാണുന്നത്? വാസ്തവത്തിൽ ഈ ആർഷവിദ്യാഭ്യാസ സമാജം പോലെ തന്നെ ചെറിയ തോതിൽ നടത്തുന്ന മറ്റേ ആചാര്യ രാജേഷിൻ്റെ അവരൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള പങ്ക് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട മേഖലയാണ്. ഞാനിത് ആദ്യമേ എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആർഷവിദ്യാ സമാജത്തെ സഹായിക്കൂ. ആ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ എല്ലാവിധത്തിലും പിന്തുണയ്ക്കൂ. അത് എല്ലായിടത്തും പടർന്നെത്തട്ടെ, എല്ലാ പഞ്ചായത്തിലും അത് പടർന്നെത്തട്ടെ. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്സവങ്ങളുടെ, ആഘോഷങ്ങളുടെ അതിൻ്റെ വലിപ്പം എന്തായിരിക്കണം. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇതിൽ ഞാനിത് പറയുമ്പോൾ എന്നോട് എതിർപ്പുള്ള ചിലർ ഇവിടെ പോലും കാണുന്ന എനിക്കറിയാം. ഒരു നാമജപ ഘോഷയാത്ര ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. കാര്യം എന്താണ്? ഇപ്പം നവഗ്രഹ വിഗ്രഹ ഘോഷയാത്ര വരുന്ന സമയത്ത് അതിനെ പോലീസാണ് അതിനെ സ്വീകരിച്ച് ആനയിക്കുന്നതൊക്കെ. 2015 ഞാൻ DGP ആയിരുന്നപ്പോൾ സമയത്ത് ഞാനിത് ഗവൺമെൻറ്റിലേക്ക് എഴുതിയതാണ്, ഈ പരിപാടി നിർത്തണം. കാരണം ഇത് തെറ്റാണ്. ഒരു മതത്തിൻ്റെ ആചാരത്തിന് സെക്കുലറായിട്ടുള്ളൊരു രാജ്യത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായിട്ടുള്ള ഒരു പോലീസിനെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ആ പോലീസിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ട്. അന്ന് ഇവിടുത്തെ കമ്മീഷണർ ഒരു മുസ്ലിമാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പോയി സ്വീകരിക്കൊന്നും വേണ്ട. ഞാൻ ഈ ലെറ്ററൊക്കെ വിശദമായിട്ട് എഴുതി, ഇത് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അംഗരക്ഷകർ സ്വീകരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓർഡറിലൊരു തെറ്റുകൂടി ഞാൻ പറയാം. പൈസ അടയ്ക്കുകയാണെങ്കിൽ ഇത് ചെയ്യാമെന്ന്. അതെന്താണ്? പൈസ അടച്ചാൽ തെറ്റ് ശരിയാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ശ്രദ്ധ. രണ്ടാമത്തെ ശ്രദ്ധ എന്താണ്? വെടിക്കെട്ടും ആനയും വേണം. അതിനാണ് അടുത്ത ശ്രദ്ധ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നിൽക്കുന്ന നിലം ഇല്ലാതാകുന്നു എന്ന് പോലും അറിയാതെ അതിനൊക്കെ ഉപരിയായിട്ട് ഇത്രയും കൊമേഴ്സ്യലായിട്ട് നടത്തേണ്ട കാര്യങ്ങൾ. ഇപ്പം തൃശ്ശൂർ പൂരമുണ്ട്. തൃശ്ശൂർ പൂരം, ഓണം, ക്രിസ്മസ്, ഇതെല്ലാം ആരുടേതാണ്? ഇതെല്ലാം ഇന്ന് കൊമേഴ്സ്യലായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർക്കാണ് അതിൻ്റെ ആവശ്യം, മാധ്യമങ്ങൾക്കും, പരസ്യം കിട്ടുന്ന മാധ്യമങ്ങൾക്കും. അല്ലാതെ ഇത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നല്ല രീതിയിലേക്കുള്ള ഒരു പ്രയാണത്തിന് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതാണോ? ഇപ്പോൾ വെടിക്കെട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വെടിമരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഏതായാലും വെടിക്കെട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് വെടിക്കെട്ടിന് വേണ്ടി ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഇനി ഏതെങ്കിലും കുറച്ച് ക്ഷേത്രങ്ങളിലേക്ക് അതിന് സൗകര്യമുള്ളിടത്ത് നിജപ്പെടുത്തിയതിന് ശേഷം 1 വർഷം
ഒരു ക്ഷേത്രത്തിൽ ലഭിക്കുന്ന എല്ലാ പണവും, അവിടേക്ക് പോകുന്ന ഭക്തർ കൊടുക്കുന്ന എല്ലാ പണവും ഏകദേശം 10-12 ദിവസം കൊണ്ട് അടിച്ച് തീർക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഉത്സവങ്ങൾ. എല്ലായിടത്തും അങ്ങനെയാണ്. ഞാനൊക്കെ പോകുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ ഇന്ന പരിപാടികൾക്കായിട്ട് നിങ്ങൾ നീക്കി വയ്ക്കൂ. അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിനായിട്ട്, അവിടെയുള്ള ജീവനക്കാരുടെ മാന്യമായ ശമ്പളം, ജീവിക്കാനാവശ്യമായ ശമ്പളം നൽകുന്നതിനായിട്ട്. അതുപോലെ അവിടുന്ന് ഈ ഒരു ക്ഷേത്രം എന്ന സ്ഥലം ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല ഭൗതിക കാര്യങ്ങൾക്കും കൂടി പ്രയോജനം ഉണ്ടാകുന്ന ഒരു കേന്ദ്രമായിട്ട് വികസിപ്പിക്കുന്നതിനായിട്ട്. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ഹാളുണ്ട്. ആ ഹാളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഗവൺമെൻറ് പ്രോജക്ട്സ്, ഇതൊക്കെ അപ്ലിക്കേഷൻ മുതൽ അതിൻ്റെ പ്രാവർത്തികമാകുന്ന സ്ഥിതി വരെയുള്ള കാര്യങ്ങൾ എക്സ്പെർട്സ് വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എത്ര പേർക്ക് ജോലി കിട്ടും, എത്ര സംരംഭങ്ങളുണ്ടാകും, സമൂഹം എത്രയധികം വികസിക്കും. ഇന്നൊക്കെ എല്ലാവർക്കും നമുക്ക് നോക്കിയാൽ അറിയാം എവിടെയാണ് സംരംഭങ്ങൾ വരുന്നത്, എവിടേക്കാണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. ഓരോ മാളുകൾ വരുന്നത് ആരുടെയൊക്കെയാണ്? ജോലിക്ക് വേണ്ടി ആരാണ് പോകുന്നത്? ലവ് ജിഹാദിന് വേണ്ടി ഏറ്റവും അധികം സൗകര്യങ്ങൾ എവിടെയാണ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് വാസ്തവത്തിൽ ഹിന്ദുവിന് സമയമില്ല. അവർക്കുള്ള സമയം കൂടുതലും ഇതേപോലുള്ള ഉപരിപ്ലവങ്ങളായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. ഇപ്പം ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ തൃശ്ശൂർ പൂരം ആഘോഷപൂർവ്വം നടക്കട്ടെ, ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മറ്റു പൂരങ്ങളും അതുപോലെ നടത്തണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? അങ്ങനെ 5-6 മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് എങ്കിലും ഈ അനുഷ്ഠാനങ്ങളിലേക്ക് സാമാന്യമായി ചുരുക്കുകയും ആഘോഷങ്ങൾ ചുരുക്കിക്കൊണ്ടുവന്ന് ആചാരങ്ങളും അതുപോലെ ജനങ്ങളിലേക്ക് ഈ കാര്യത്തിൻ്റെ ധർമ്മം എന്താണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള സ്ഥലങ്ങളാവുകയല്ലേ വേണ്ടത്. നമ്മളത് ഉദ്ദേശിച്ചത് അന്ന് ചിദാനന്ദപുരി സ്വാമിജിയായിട്ടിരുന്നു. കേരളത്തിലെ എല്ലാ മഠങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിരുന്നു, എല്ലാ മഠങ്ങളിൽ നിന്നും. കേരളത്തിലെ ഒരു മഠവും അതിലേക്ക് സന്യാസിമാരെ അയക്കാതിരുന്നില്ല. എല്ലാവരും കൂടി തീരുമാനിച്ച് എല്ലാം ശരിയായതാണ്, എൻ്റെ സിലബസും ശരിയായതാണ്. പക്ഷേ ദൗർഭാഗ്യത്തിന് അത് നടപ്പാക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിൻ്റെ കുറേ കാര്യങ്ങൾ മനോജ് നടപ്പാക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ 1-2 പേരുണ്ട്. പക്ഷെ മറ്റൊരു തരത്തിലായിരുന്നു എങ്കിൽ അത് കേരളത്തിലൊരു വലിയ വ്യതിയാനം കൊണ്ടുവരാൻ പര്യാപ്തമാകുമായിരുന്നു. ഇപ്പോഴത് എല്ലാവരും മറന്ന മട്ടിലാണുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞു, സർവമത സാരവും ഒന്നാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ലെബനോൺ ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ ശ്രദ്ധിക്കുക, ബംഗ്ലാദേശ് ശ്രദ്ധിക്കുക. ലെബനോൺ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു, മെജോറിറ്റി രാജ്യമായിരുന്നു. പാലസ്തീനി ഉണ്ടായതിന് ശേഷം അവിടുത്തെ പാഠം മൂലം കുറേ പാലസ്തീനികൾ അവിടേക്ക് ഓടി വന്ന് കയറി. അവരെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷമായി. അവസാനം ക്രിസ്ത്യാനികൾ അടിച്ചോടിച്ച് അവർ രാജിവെച്ചു കൊടുത്തു. പാകിസ്ഥാൻ സ്വതന്ത്രമാവുന്ന സമയത്ത് അവിടെ 22% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇന്ന് 1% ഹിന്ദുക്കളേ ഉള്ളൂ. ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് 33% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇന്ന് 8% ഉള്ളൂ. അപ്പോൾ ഇതില്ലാതായത് എങ്ങനെയാണ്? അതായത് സാധ്യമാണ്, ഒരു മതത്തിനെ ഇല്ലാതാക്കാൻ സാധ്യമാണ്. ആയുധങ്ങൾ കൊണ്ടും അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ കൊണ്ടും ഒരു മതത്തിന് മറ്റൊരു മതത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ലോകത്തെടുത്ത് കാണിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത്, ഞാൻ പറയുക, ഈ നമ്മുടെ ഉപനിഷത്തുകളിലെയും ഒക്കെ കുറേ അധികം മന്ത്രങ്ങൾ ഉള്ളിലേക്ക് മാത്രം ആയി എടുത്തിട്ട് പുറത്തേക്ക് ആൽത്താക്കിയയ്ക്ക് പകരമുള്ള ഒരു സംരംഭം തന്നെ കൊണ്ടുവന്നാലേ നടക്കുകയുള്ളൂ. വാളിന് പകരം വാളും വാക്കിന് പകരം വാക്കും മാത്രമേ വിജയിക്കുകയുള്ളൂ. അത് ഇല്ലാതെ നമ്മളെല്ലാവരെയും
പ്രീണിപ്പിക്കാൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായി തീരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മീഡിയ, ഇപ്പോൾ കേരളത്തിലെ മീഡിയ നോക്കിയാൽ അറിയാം. നമുക്ക് അക്ഷവിദ്യാസമാജത്തിലുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് അതിൽ പറയേണ്ട കാര്യമില്ല. ബാക്കി എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് അഖില ഹാദിയയുടെ കാര്യത്തിലും ഒക്കെ അവർ പെരുമാറിയതെന്ന്. അതായത് ഒരു പർട്ടിക്കുലർ ചാനലിൽ ഒരു പെൺകുട്ടി അന്ന് ചർച്ചയ്ക്കിരിക്കുന്ന ഒരു ആങ്കറാണ്, ഒരു സ്ത്രീ ഒരു ആങ്കറാണ്. ചർച്ചയ്ക്കിരിക്കുന്ന ഒരാൾ അഖില എന്ന് പേര് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഹാദിയ എന്ന് പറയുന്നില്ല, അവളിപ്പോൾ ഹാദിയ അല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പേര് അവരുടെ പൂർവ്വജന്മ പേരാണ്, അവരുടെ ഇപ്പോഴത്തെ പേരല്ല. അവരറിയപ്പെടുന്നത് അവരുടെ മുൻ പേരിലാണ്. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു പ്രധാനപ്പെട്ട ചാനലിലെ പ്രധാനപ്പെട്ട ആങ്കറായിട്ട് ഇരിക്കുന്ന ഒരു ലേഡിയാണ്. അവരറിയപ്പെടുന്നത് ഹിന്ദു പേരിലാണ്, പക്ഷെ അവർ ആക്ച്വലി എ കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. അപ്പോൾ എന്തുകൊണ്ട് അവരവരുടെ ക്രിസ്ത്യൻ പേരിൽ അറിയപ്പെടുന്നില്ല? അവരാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഹാദിയെ അഖില എന്ന് വിളിച്ചു എന്ന്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ പലരും പ്രവർത്തിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുപോലെ നമ്മുടെ ഭരണഘടനയിലുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ വഖഫ് ആക്ട് 1994 അമെൻമെൻറ്റും 2013 അമെൻമെൻറ്റും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഗവൺമെൻറ് ഒരു മതത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിലും വളരെ വ്യത്യസ്തമാണ് കമ്മ്യൂണൽ വയലൻസ് ബിൽ 2011. അതായത് ഇപ്പം മലപ്പുറം ജില്ലയിൽ ആ ബില്ല് നിയമമായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നത്, മലപ്പുറം ജില്ലയിൽ, ഞാൻ മലപ്പുറം ജില്ല എക്സാമ്പിളായിട്ട് പറയുകയാണ്, അവിടെ ഒരു കുറച്ച് ഹിന്ദുക്കളുടെ വീടുകളിലേക്ക് മറ്റു മതക്കാർ കയറി ആക്രമണം നടത്തിയാൽ ആ നിയമം അനുസരിച്ച് ഈ ആക്രമണത്തിനിരയായ ഹിന്ദുക്കളാണ് അതിൽ കുറ്റവാളികളാകുക. അതായിരുന്നു നിയമം, കൊണ്ടുവന്ന നിയമം. പാസ്സായില്ല, നിയമമായില്ല എന്നുള്ളത്. ഇപ്പോൾ അജ്മൽ കസബ് ഒക്കെ നടത്തിയ കൊലപാതകങ്ങൾ 2008 അത് RSS നടത്തിയതാണെന്ന് പ്രചരിപ്പിച്ച ഒരു പത്രം കേരളത്തിലുണ്ട്. അവരെല്ലാം ഇപ്പോൾ ചാനലിലിരുന്ന് മുക്കൂട്ട് ചർച്ചയൊക്കെ നടത്തി കഴിയുന്നത്ര എന്താണ് തീവ്രവാദം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നേരത്തെ മനോജ്ജി പറഞ്ഞ ഈ സദ്ഗുണ വൈകൃതം അത് നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. കുറേ നാളത്തേക്ക് ഈ സദ്ഗുണ വൈകൃതം നമ്മൾ ഉപേക്ഷിച്ച് നമ്മളോട് എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മൾ തിരിച്ചും പെരുമാറുക എന്നുള്ളൊരു കാര്യത്തിലാണ്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ 2ാം ഭാഗം എഴുതിയിട്ടുണ്ട്, പറയാൻ ബാക്കി വെച്ചതെന്നും പറഞ്ഞത് ഇന്ന് പ്രിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്, DC ബുക്സിലാണ്. അതിലൊരു ചാപ്റ്റർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ നമ്മുടെ ഇതിനെപ്പറ്റിയാണ്, തീവ്രവാദത്തിൻ്റെ കഥകളെപ്പറ്റിയാണ്, അതിൻ്റെ ചരിത്രം എങ്ങനെ പോകുന്നു എന്നതിനെ പറ്റിയാണ് ഒരു ചാപ്റ്റർ അതിന് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വി ഷുഡ് ഹാവ് നമ്മുടെ ഇന്നസെൻസ്, നമ്മുടെ നിഷ്കളങ്കത, ദർ ഷുഡ് ബി എ ഡെത്ത് ഓഫ് ഇന്നസെൻസ്. നിഷ്കളങ്കരായിരുന്നുകൊണ്ട് ഒന്നും ഉണ്ടാകില്ല. ആ കാലഘട്ടമൊക്കെ പോയി. ഇനി ആ നിഷ്കളങ്കതയ്ക്ക് പകരമായിട്ട് നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചും പെരുമാറുക എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്ന സമയം മാത്രമേ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ടാകുള്ളൂ. പല കാര്യങ്ങളിലും ഇതുമുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ് ജനസംഖ്യാപരമായിട്ട് വരുന്ന മാറ്റങ്ങൾ. ഒരു തവണ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്ത വിഭാഗങ്ങളുണ്ട്.
ഗവൺമെൻറ്റിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. സെൻസസും ഗവൺമെൻറ്റിലെ കണക്കും. സെൻസസ് ഇപ്പോൾ 2011 ശേഷം ഇതുവരെ നടന്നിട്ടുമില്ല. ഇനി 2026 നടക്കുക എത്ര. അതല്ലാതെ കേരള ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറേ കണക്കുകൾ കിട്ടും. അപ്പോൾ ആ കണക്കുകൾ കൂടി ആണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം വളരെ തീവ്രമായിട്ട് ഇവിടുത്തെ ജനസംഖ്യാ സന്തുലനാവസ്ഥയെ ഇല്ലാതാക്കുന്നതാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മതപരിവർത്തനങ്ങളുടെ ഈ കേരള സ്റ്റോറിയിൽ സന്തോഷ് ബോബൻജിയെയും VR മധുസൂദനൻജിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു സംരംഭമാണ്, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനായിട്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ കഴിയുന്നത്ര ജനങ്ങളിലേക്ക് എത്തട്ടെ, അവർക്കെല്ലാം അത് മനസ്സിലാകട്ടെ. അതോടൊപ്പം നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ മാറണം. നമ്മൾ മാത്രമായിട്ട് മാറാതിരുന്നിട്ട് എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കാനായിട്ട് ഇനി സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ച് അതിനനുസൃതമായിട്ട് തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചതിനും ആർഷവിദ്യാ സമാജത്തിൻ്റെ പരിപാടികളിലൊക്കെ ഞാൻ കുറേ വർഷം മുമ്പ് ഇത് ഫോം ചെയ്ത സമയത്തൊക്കെ കുറേ കൂടി സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ കൂടുതൽ പബ്ലിക് ഫങ്ഷനിലൊന്നും പങ്കെടുക്കാനായിട്ട് പോകാറില്ല. എനിക്ക് ഒരു സന്തോഷം ഇപ്പോഴിവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏകദേശം 2-3 വർഷമായിട്ട് ഞാൻ 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ചുമ വന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇന്നലെ 10 ദിവസത്തെ തീർന്നുള്ളൂ. ഇത്ര നേരം പ്രസംഗിച്ചിട്ട് കാര്യമായിട്ട് ചുമയൊന്നും വന്നില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തിരിച്ച് പ്രസംഗിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടാക്കിയെടുക്കാനും നാളെ ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ചുമ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും ചുമയാണ്. എനിക്ക് തന്നെ സ്വയം അത്ഭുതം തോന്നുന്നുണ്ട്. ഏതായാലും ഇത്രയേറെ ഞാൻ അതുകൊണ്ട് വെള്ളം എടുത്തു വെച്ചിട്ട് വലിയ പ്രയോജനമില്ല, എങ്കിലും ചെറുതായിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നൊരു സഹായമാണ്. അതുകൊണ്ടാണ് വെള്ളം തുറന്നു വെച്ച് ആദ്യം ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നത്. അതിനുകൂടി അവസരമൊരുക്കി തന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ആർഷവിദ്യാ സമാജത്തിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അഹല്യാബായി ഹോൾക്കറുടെ പ്രതിച്ഛായകളാണ്. നിങ്ങൾ അതിന് തുല്യമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് സേവനം ചെയ്യുന്നവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതിന് തക്ക ശേഷിയും അതിന് തക്ക പിന്തുണയും സമൂഹവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.